ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് ഷിംജിത പുറത്തിറങ്ങി. കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഒരു ജീവന്റെ വിലക്കാണ് ഇന്ന് വിധി എഴുതിയത്. 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മുതല്, അതായത് ഷിംജിതക്ക് ജാമ്യം കിട്ടിയെന്നുള്ളതാണ് അല്ലെ. അപ്പുറത്ത് ദീപക് എന്ന വ്യക്തി ജീവനൊടുക്കി ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയി. ഒരു പ്രശ്നമല്ല. കാരണം ഇനിയിപ്പോ ഈ പറയുന്ന ഷിംജിതിനെ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയക്കാരൊക്കെ വെളുപ്പിക്കുന്നത് കാണാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇഞ്ഞും വിരിച്ച് നടക്കുള്ളൂ. തൂക്കിക്കൊല്ലാനൊരു വകുപ്പും കാണുന്നില്ല ഗവൺമെന്റിന്. അതായത് ഒരാളെ മരണത്തിലേക്ക് വിട്ട വ്യക്തിയാ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും അതിനൊരു തീരുമാനം എടുക്കാൻ കോടതിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ അല്ല എങ്കിൽ എല്ലാ ബസ്സിലും ഇനി നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കി വെക്കുക, കയ്യും തലയും പുറത്ത് കിടന്നൊക്കെ പറഞ്ഞ പോലെ ബസ്സിൽ ഷിംജിതമാരുണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കേണ്ട അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോണത്. കാരണം ജീവനാ പോണത്. ഇവർക്കൊരു പ്രശ്നമല്ല. വെറുതെ നാട്ടിൽ ക്രിമിനലിസം കൂടുന്നത്. കോടതിയൊക്കെ അല്ലെങ്കിൽ നിയമങ്ങളെ തൂക്കിക്കൊല്ലിയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ തൂക്കിക്കൊല്ലി വെറുതെ ലോകത്തിന് ഭാരാക്കിയാണ് വെക്കുന്നത്. വല്ലാത്ത ജാതി നിയമം, വല്ലാത്ത ജാതി അവസ്ഥ നമ്മുടെ നാടിൻ്റെത്. ക്രിമിനലുകളും അക്രമം ചെയ്യുന്നവരും വാഴ്ത്തപ്പെടുന്നു. നല്ല നല്ല ജനങ്ങൾ ലോകത്തോട് വിട പറയുന്നു. ഇതാണ് അവസ്ഥ. എങ്ങനെ ജീവിക്കും ഈ നെറികെട്ട ലോകത്ത്? എങ്ങനെ ജീവിക്കും? ഇതിൽ നിന്നിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു വലിയ സന്ദേശം എന്താ പറയുക, ഈ നാട്ടിൽ എന്ത് ചെറ്റത്തരം എന്ത് തമ്മാടിത്തരം ചെയ്താലും ഇങ്ങനെയൊക്കെ ഉള്ളു കേസ്, ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ എന്നുള്ളത്. അതായത് ജീവൻ ഇത്ര വിലയുള്ളൂ, അതിനേക്കാളും വില ഇതുപോലെ ചെറ്റത്തരം തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾക്ക് എന്നുള്ളതാണ്. വല്ലാത്ത ജാതി. എന്ത് കോടതി, എന്ത് നിയമം, ഏത് നിയമവ്യവസ്ഥയെ. ഒരു കാര്യം ചെയ്യും, ഏതായാലും ഓളാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി തോന്നുന്നുണ്ട്. ആ അക്കൗണ്ടൊക്കെ വീണ്ടും നിർമ്മിച്ചു കൊടുക്കി. അങ്ങനെ ഒരു സഹായം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കും. ഏതായാലും നിയമം ഈ കോലൊക്കെ ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓളെ അക്കൗണ്ട് പണം നിർമ്മിച്ചു കൊടുക്കുക, ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയും ഓള് അതിലൊക്കെ വീഡിയോസ് കിട്ടാണ് കുറച്ച് ജീവിച്ചു പോയിക്കോട്ടെ. എന്നെങ്കിലും വീണ്ടും വീണ്ടും അക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ രാജ്യത്ത് ഉണ്ടാവുള്ളൂ, ലോകത്ത് ഉണ്ടാവുള്ളൂ. വല്ലാത്ത അത് നിയമം തന്നെ നമ്മുടെ നാട്ടിൽ. വല്ലാത്ത ഇഞ്ചിലായിപ്പത്തിൽ ഓളെ കാണാന്നുണ്ട് നാട്ടുകാരോളെ ചവിട്ടാൻ കുട്ടി അടിച്ചു മൂളിച്ച് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. വല്ലാത്ത ജാതി. ഒരാള് മരണത്തിലേക്ക് നയിച്ച ഒരു വ്യക്തി 22 ദിവസം കൊണ്ട് പുഷ്പം പോലെ ഇറങ്ങി എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം എന്താ റീസൺ എന്നല്ല, എല്ലാവർക്കും അറിയാം. എന്നിട്ടും കണ്ണടക്കുന്നു. എന്ത് നിയമം? ആർക്കാ നിയമം?